സ്കൂൾ ഫങ്ഷണൽ കാച്ച്മെന്റ് ഏരിയ എങ്ങനെയാണ് ഡിലിമിറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം QGIS ഓപ്പൺ ചെയ്യുക. QGIS ഓപ്പൺ ചെയ്തിട്ട് ഒരു ബ്ലാങ്ക് വിൻഡോ നമുക്ക് കിട്ടും. ഇതിൽ ഇടതുവശത്തായിട്ട് നമുക്ക് ലെയറിൻ്റെ പാനൽ കാണാം. വലതുഭാഗത്തായിട്ട് ഈ ഭാഗത്ത് ക്രോസിംഗ് ടൂൾ ബോക്സ് ഉണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആയിട്ട് കാണുകയും ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ലെയറുകൾ അല്ലെങ്കിൽ ഫയലുകൾ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കൊരു ഫോൾഡർ തന്നിട്ടുണ്ടാവും. നമുക്ക് ആദ്യം ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡോക്യുമെൻറ്റിലാണ് ഞാൻ ഫോൾഡർ കിട്ടിയിട്ടുള്ളത്. ഡോക്യുമെൻറ്റിൽ റിസ്ക് ഇൻഫോംഡ് സ്കൂൾസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡേറ്റ ആയിട്ട് ഒന്നാമത്തെ ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ട് ഡേറ്റ. ആ ഡേറ്റയിൽ നമ്മുടെ സ്കൂളുകളുടെ ലിസ്റ്റ്, അതായത് സ്കൂൾ ഡോട്ട് ലൊക്കേഷൻ എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓരോ സ്കൂളിൻ്റെയും ലൊക്കേഷൻ, രജിസ്ട്രേഷൻ ലൊക്കേഷൻ കാണിക്കുന്ന ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം, ഞാൻ കോട്ടയം ജില്ലയിലെ സ്കൂളാണ് ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ പെരുവ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കാച്ച്മെൻറ്റ് ഏരിയ ആണ് ചെയ്യുന്നത്. ഇതാണ് കോട്ടയം ജില്ലയുടെ ഷേപ്പ് ഫയലുകൾ. ഒരു മെയിൻ ഫയലും 3 സപ്പോർട്ടിംഗ് ഫയൽസും ഉണ്ട്. അതുപോലെ എല്ലാ ജില്ലയുടെയും നമുക്ക് ഈ ഫോൾഡർ കിട്ടും. ഈ 4 ഫയലുകൾ ഞാൻ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4 ഫയലാണ് കോട്ടയത്തിൻ്റെ ഫയലുകൾ. ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് അതിനുശേഷം KL വാർഡ്, കേരളത്തിലെ പഞ്ചായത്തിലെ വാർഡുകളുടെ ഒരു ഷേപ്പ് ഫയലാണ്. അത് മൊത്തമായിട്ട് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡേറ്റ ഇതിനോടൊപ്പം ഉള്ള ഒരു ഫയലിലേക്ക് ഞാനിവിടെ FSC എന്ന് പറയുന്ന ഫയലിലേക്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്കിവിടെ കാണാൻ ഒരു റാസ്റ്റർ ഫയൽ കൂടി ഉണ്ട്. ഈ റാസ്റ്റർ ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലഡ് ഹസാർഡ് ഇൻഡെക്സിൽ കിടക്കുന്നതാണ്. ഫ്ലഡ് ഹസാർഡ് ഇൻഡെക്സിൽ റിട്ടേൺ പ്രോബിലിറ്റി മാപ്പിൽ പ്രൊജക്റ്റഡ് മാപ്പുകളിൽ പെടുന്ന 25 വർഷത്തെ ഒരു മാപ്പ്, ഈ മാപ്പ് കൂടി ഞാൻ എൻ്റെ ഫോൾഡറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടി നിങ്ങൾക്കിവിടെ കാണാം. ഇത്രയും ഇൻപുട്ട് ആയിട്ടുള്ള ഫയലുകൾ നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ ഒരു ഫോൾഡറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇതിലേക്ക് എനിക്ക് ആവശ്യമുള്ള ഫോൾഡറുകൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് ലെയർ ഉണ്ട്. ആഡ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വെക്ടറിലാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നമുക്കൊരു ബ്രൗസ് ചെയ്യാനുള്ള വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ ഈ ബ്രൗസിങ്ങിനുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോക്യുമെൻറ്റിൽ റിസ്ക് ഇൻഫോംഡ് സ്കൂൾസിൽ SFC എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൽ എനിക്കിപ്പോൾ ആവശ്യമുള്ളത് എൻ്റെ സ്കൂളിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്ന ഒരു മാപ്പാണ്, ഒരു ലെയറാണ്. സ്കൂൾ കോട്ടയം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ സ്കൂളുകളുടെ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ലേബൽ കൊടുത്ത് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് ആക്കാം. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡിലെ ലെയർ പാനലിലുള്ള ഈ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സിംബോളജിയിൽ കളർ ഞാൻ ചുവപ്പ് കളർ കൊടുക്കുകയാണ്. ചുവപ്പ് കളർ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ലേബൽ ഞാൻ ആഡ് ചെയ്യുന്നു. സിംബോളജിക്ക് തൊട്ട് താഴെ ലേബലുണ്ട്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നിലവിൽ ലേബലൊന്നും കൊടുത്തിട്ടില്ല. സിംഗിൾ ലേബൽ കൊടുക്കുക. നെയിം ഓഫ് ദി സ്കൂൾ ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നുണ്ട്. കുറേ ലേബൽസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ലേബലാക്കാം. നമ്മൾ സ്കൂൾ പെട്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നെയിം ഓഫ് ദി സ്കൂൾ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ സ്കൂളുകളുടെ പേര് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്, നമുക്കൊരു ബേസ് മാപ്പിൻ്റെ ആവശ്യമുണ്ട്. ബേസ് മാപ്പ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ടൂൾസ് ബോക്സിന് താഴെയായിട്ട് നമുക്ക് അതിനുള്ള ഒരു പാനൽ ആഡ് ചെയ്യാം. അതിനുവേണ്ടി വ്യൂവിൽ ക്ലിക്ക് ചെയ്യാം. വ്യൂവിൽ റൈറ്റ് സൈഡിലായിട്ട് പാനൽ എന്ന് കിടക്കുന്നുണ്ട്. ഈ പാനലിൽ സെർച്ച് QMS, ക്വിക്ക് മാപ്പ് സർവീസ് എന്നാണ് QMS എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെയായിട്ട് നമുക്കൊരു QMSൻ്റെ സെർച്ചിങ് ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ നോർമലി ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാനുള്ള സാധ്യതയില്ല. കാര്യം ഇവിടെ എനിക്ക് സാറ്റലൈറ്റ് മാപ്പ് കിടക്കുന്നുണ്ട്. ഞാനത് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഗൂഗിൾ സാറ്റലൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ സാറ്റലൈറ്റ് സെർച്ച് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് താഴെ ഗൂഗിൾ സാറ്റലൈറ്റിൻ്റെ ഒരു ലെയർ കാണും. ഈ സമയം പ്രത്യേകം ഓർക്കണം, നമുക്ക് കമ്പ്യൂട്ടർ നെറ്റുമായിട്ട് കണക്ട് ആയിരിക്കണം. ഈ ഗൂഗിൾ സാറ്റലൈറ്റ് ഹൈബ്രിഡ് എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന മുറയ്ക്ക് ഇടതുവശത്തുള്ള പാനലിലേക്ക് നമുക്ക് ആ മാപ്പ് ആഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ സ്കൂളിൻ്റെ കൂടെ തന്നെ ബേസ് മാപ്പായിട്ട് ഗൂഗിളിൻ്റെ ഒരു മാപ്പ് വന്നിട്ടുണ്ട്.
ഇങ്ങനെയാണ് നമ്മൾ ബേസ് മാപ്പ് ആഡ് ചെയ്യേണ്ടത്. ഇനി എൻ്റെ സ്കൂളിൻ്റെ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പാൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഹാൻഡിൻ്റെ ചിത്രത്തിലാണ് പാൻ ടൂൾ, അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ സ്കൂൾ കാണാം. ഈ സ്കൂളിൻ്റെ ഭാഗം ഞാൻ സൂം ചെയ്യുകയാണ്. സൂം ചെയ്യുന്നതിന് വേണ്ടി സൂം ടൂൾ നമുക്കിവിടെ ഉണ്ട്. സൂം ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ സൂം ചെയ്തെടുക്കുന്നു. ഇങ്ങനെ സൂം ചെയ്തെടുത്തിട്ട് എൻ്റെ ഈ സ്കൂളിൻ്റെ ഫംഗ്ഷനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ സ്കൂൾ ഫങ്ഷണൽ പോയിന്റ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് ഈ തൊട്ടടുത്തുള്ളൊരു പബ്ലിക് ഹെൽത്ത് സെൻ്റർ ഉണ്ട്, PHC. ആ PHC ആണ്. ഇതാണ് ഈ PHC മുളക്കുളം എന്നാണ് അതിന് പറയുന്നത്. മുളക്കുളം PHC ഞാൻ ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമുക്കൊരു ലെയർ ആഡ് ചെയ്യേണ്ടതുണ്ട്. ലെയർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ലെയർ. നമുക്ക് ആവശ്യം ഒരു ഷേപ്പ് ഫയൽ ലെയറാണ്. ഇപ്പോൾ ന്യൂ ഷേപ്പ് ഫയൽ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഫയൽ സേവ് ചെയ്യേണ്ടതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവിടുന്ന് ബ്രൗസ് ചെയ്ത് കാണിക്കുകയാണ്. ബ്രൗസ് ചെയ്യുന്നു. നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത് SFC എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ്. ഡോക്യുമെൻറ്റിൽ റിസ്ക് ഇൻഫോംഡ് സ്കൂളിൻ്റെ അകത്തുള്ള SFCയിലേക്ക്. അവിടെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഫങ്ഷണൽ പോയിന്റ്സ് ആണ്. അപ്പോൾ സ്കൂൾ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് _പോയിന്റ്സ് എന്നുള്ള പേരിൽ ഞാൻ സേവ് ചെയ്യുകയാണ്. അതിൻ്റെ ഫയൽ എൻകോഡിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജോമെട്രി ടൈപ്പ് മൾട്ടി പോയിന്റ്സ് കൊടുക്കാം. കാര്യം നമ്മൾ ഒന്നിൽ കൂടുതൽ പോയിന്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി അതിൻ്റെ പ്രൊജക്ഷൻ സെറ്റ് ചെയ്യുന്നതാണ്. പ്രൊജക്ഷൻ ഇപ്പോൾ കിടക്കുന്നത് WGS84 ആണ്. അത് റൈറ്റ് സൈഡിലുള്ള ഗ്ലോബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ വിൻഡോ വരും. ഇതിൽ WGS84ൻ്റെ UTM സോൺ 43N ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടി മാത്രമുള്ളൊരു ഡേറ്റ ആണിത്, ഒരു പ്രൊജക്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ പറയുന്ന SFC പോയിന്റിൻ്റെ ആട്രിബ്യൂട്ടുകൾ ആഡ് ചെയ്യാനാണ്. ഞാൻ ആദ്യം ഒന്നാമത്തേതായിട്ട് നമ്മൾ നെയിം കൊടുക്കുകയാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന പോയിന്റ് ഒരു പേര് ആവശ്യമുണ്ട്. അതൊരു ടെക്സ്റ്റ് ഡേറ്റയാണുള്ളത്. ഡേറ്റ ടൈപ്പ് എന്നുള്ള ടെക്സ്റ്റാണ്. കാര്യം വേർഡാണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് പേരുകളായിട്ട്. അത് നമ്മൾ ഫീൽഡിലേക്ക് ആഡ് ചെയ്യുന്നു. രണ്ടാമത് ഞാൻ കൊടുക്കുന്നത് ഈ പോയിന്റ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ സ്കൂളിൽ നിന്നും എത്ര മീറ്റർ ദൂരെയാണ് ഈ പോയിന്റുകൾ. അത് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ നമ്പറിന് പ്രിസിഷൻ ആവശ്യമുണ്ട്. പോയിന്റിന് ശേഷം വരുന്ന നമ്പർ 2 അക്ക നമ്പർ വേണം. പോയിന്റിന് ശേഷം 2 കൊടുത്തു, ആഡ് ടു ഫീൽഡ് കൊടുത്തു, ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എൻ്റെ ലെയർ പാനലിൽ മൂന്നാമത്തെ ഒരു ലെയർ വന്നിട്ടുണ്ട്. അതിൻ്റെ SFC പോയിന്റ്സ് ആണ് കിടക്കുന്നത്. അതിൻ്റെ പച്ച നിറമാണുള്ളത്. അതിൻ്റെ നിറം ഞാൻ ഒന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, സിംബോളജി എടുക്കുക. ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ മാറ്റാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു നീല കളറാണ്. നീല കളർ കൊടുത്തു, ഓക്കെ. ഇനി അതിന് സിംബോളജി നമ്മൾ ലേബൽ ആഡ് ചെയ്യണം. ലേബലിൽ ക്ലിക്ക് ചെയ്യുക. നോ ലേബലാണ്, സിംഗിൾ ലേബൽ കൊടുക്കുന്നു. നമ്മൾ നെയിമാണ് ഇപ്പോൾ ലേബലായിട്ട് കൊടുത്തിരിക്കുന്നത്. നെയിം കൊടുക്കുന്നു. അതിനുശേഷം അതിനൊരു ബഫർ കൊടുക്കുകയാണ്. ബഫർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബഫറിൻ്റെ സൈസ് നമുക്കൊന്നും വേണ്ട, 0.5 അത്രയും ബഫർ മതി. ഞാൻ അപ്ലൈ ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് പോയിന്റുകൾ ആഡ് ചെയ്യുകയാണ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി SFC പോയിന്റ് എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ പെൻസിലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ടോഗിൾ എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു ടൂളാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് 1-2 പുതിയ ടൂളുകൾ ആക്റ്റീവ് വന്നിട്ടുണ്ട്. ഈ ടൂളാണ് ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൗസ് പോയിന്ററിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഒരു സ്ക്വയർ മാറി, ഒരു പോയിന്റ് മാറിയിട്ടൊരു ക്രോസ് സിമ്പിളോട് കൂടി വൃത്തം വന്നിട്ടുണ്ട്. അതിൽ ഈ ഹോസ്പിറ്റലിൻ്റെ സിമ്പിളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പോയിന്റിൻ്റെ ഡീറ്റെയിൽസ് ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഇതിൽ
ID എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. അതൊരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് വരണം, അല്ലാതെ ഒന്നിൽ കൂടുതൽ 2 എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ 1 നമ്പർ ഒന്നിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഞാൻ ഒന്നാമത്തെ ആട്രിബ്യൂട്ട് ഇട്ടു. രണ്ടാമത്തെ എൻ്റെ പേരെന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് സെൻ്റർ ആണ്, PHC എന്ന് സേവ് ആയിപ്പോയി. PHC എന്ന് സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് പിന്നെ ആഡ് ചെയ്യാം. PHC. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പാണ്. ഇവിടെ സ്കൂളിനടുത്ത് ഈ ഭാഗത്തായിട്ടൊരു പെട്രോൾ പമ്പുണ്ട്. ഇതാണ് പെട്രോൾ പമ്പ്. അത് ആഡ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അത് നമ്മുടെ രണ്ടാമത്തെ പോയിന്റാണ്. 2 അത് IOCയുടെ പെട്രോൾ പമ്പാണ്. IOC ഫ്യൂവൽ സ്റ്റേഷനാണ്. FUEL STATION ഫ്യൂവൽ സ്റ്റേഷൻ. അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് മെഷർ ടൂൾ എടുക്കുക. മെഷർ ടൂൾ എടുത്ത് IOC പമ്പിൽ നിന്ന് സ്കൂൾ വരെയുള്ള ദൂരം ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ 268.73 മീറ്ററാണുള്ളത്. 268.73 മീറ്റർ ഞാൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് ആഡ് ചെയ്യാൻ പോകുന്നത് സ്കൂളിന് തെക്ക് ഭാഗത്തായിട്ട് മറ്റൊരു പെട്രോൾ പമ്പ് കൂടിയുണ്ട്. അത് ഇവിടെയാണ് ആ പമ്പ് വരുന്നത്. അത് ആഡ് ചെയ്യാണ്. ഞാൻ ആഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് മൂന്നാമത്തെ പോയിന്റാണ്. അത് BPCLൻ്റെ പെട്രോൾ പമ്പാണ്. BPCL ഡിസ്റ്റൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്യാണ്. സൂം ഔട്ട് ചെയ്യുന്നു. സൂം ഔട്ട് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ടൂൾ എടുക്കുന്നു. ഇതാണ് പമ്പ്. സ്കൂളിലേക്കുള്ള ദൂരം 974 974.05 മീറ്റർ. അത് സേവ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. വീണ്ടും അടുത്ത പോയിന്റ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നു. ഇവിടെ സ്കൂളിനടുത്ത് ഇവിടെ ഒരു പാലമുണ്ട്, ചെറിയൊരു പാലം, കുറുവേലി ബ്രിഡ്ജ്. അത് ഞാൻ ആഡ് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. പോയിന്റ് നമ്മുടെ 4ാമത്തെ പോയിന്റാണ്. കുറുവേലി ബ്രിഡ്ജ്. അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കളക്കേണ്ടതായിട്ടുണ്ട്. എവിടെയാണ്? സ്കൂൾ ഈ സൈഡിലാണ് വരുന്നത്. റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 810 മീറ്ററാണ്. 810 മീറ്റർ, 810.08 മീറ്റർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം സൂം ഔട്ട് ചെയ്ത് ഒരു പള്ളി ഈ ഭാഗത്തിട്ടുണ്ട്. പള്ളി ആഡ് ചെയ്യാണ്. മണ്ണുക്കുന്ന് സെന്റ് മേരീസ് ചർച്ച്. അത് 5ാമത്തെ പോയിന്റാണ്. മണ്ണുക്കുന്ന് ചർച്ച്. ഞാനിപ്പോൾ ഡിസ്റ്റൻസ് സർക്കിൾ ആഡ് ചെയ്യുന്നില്ല. മണ്ണുക്കുന്ന് ചർച്ച് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു KWയുടെ പമ്പ് ഹൗസ് ഉണ്ട്. പമ്പ് ഹൗസിൻ്റെ KWയുടെ ഓവർഹെഡ് ടാങ്ക് ഉണ്ട്.
അത് ഞാൻ 6ാമത്തെ പോയിന്റ് ആഡ് ചെയ്യാണ്. 6ാമത്തെ പോയിന്റ് കേരള വാട്ടർ അതോറിറ്റി ഓവർഹെഡ് ടാങ്ക് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ 6ഓളം പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറ്റലൈറ്റ് മാപ്പ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 1, 2, 3, 4, 5, 6 പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 6 പോയിന്റുകളെ ബേസ് ചെയ്താണ് നമ്മൾ ഇപ്പോൾ ബഫർ വരയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ വാർഡുകളുടെ ഒരു വെക്ടർ ലെയർ ഉണ്ട്, അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഫോൾഡറിൽ കേരളത്തിൻ്റെ വാർഡുകൾ ഇവിടെ കാണാം. അതിൽ SHP ഫയലാണ് നമുക്ക് വേണ്ടത്. SHP ഫയലിൽ ക്ലിക്ക് ചെയ്ത് ലെയർ പാനലിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ സമയം നമുക്ക് വാർഡുകൾ വന്നിട്ടുണ്ട്. ഈ വാർഡുകൾ ഞാൻ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നിടുകയാണ്. താഴേക്ക് ഇടുന്നു. നമ്മളുടെ SFC പോയിന്റ്സ് ആഡ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്തിട്ടില്ല. ഈ പെൻസിലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സേവ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ SFC പോയിന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്കൂളിൽ നിന്ന് ഏറ്റവും ദൂരത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് മണ്ണുക്കുന്ന് പള്ളി ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് നടന്നു നോക്കാം. മെഷറിംഗ് ടൂൾ എടുക്കുന്നു. നമ്മുടെ ദൂരം 1130 BPCയിലേക്ക് 900 മീറ്റർ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം വരുന്നത് മണ്ണുക്കുന്ന് ചർച്ചാണ്. അപ്പോൾ 1200 മീറ്റർ നമ്മൾ ബഫർ ചെയ്യാൻ പോവുകയാണ്. ബഫർ വരയ്ക്കുന്നതിന് വേണ്ടി വെക്ടർ ക്ലിക്ക് ചെയ്യുന്നു. വെക്ടർ മെനുവിൽ ജിയോ ക്രോസിംഗ് ടൂളിൽ ബഫറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് SFC പോയിന്റ്സ് നമുക്കുണ്ട്. നമുക്ക് ബഫർ വരയ്ക്കേണ്ടത് പെരുവാ സ്കൂളിൻ്റെ 1100 മീറ്ററിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പെരുവാ സ്കൂൾ ആദ്യം സെലക്ട് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തിട്ട് സ്കൂൾ കോട്ടയം എന്നുള്ള ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പെരുവാ സ്കൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ടൂൾ എടുക്കുന്നു. പെരുവാ സ്കൂൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ മഞ്ഞ കളറിൽ കാണുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള പെരുവാ സ്കൂളാണ്. ഇനി ഞാൻ നേരത്തെ ചെയ്തതുപോലെ വെക്ടറിൽ പോകുന്നു. ജിയോ ക്രോസിംഗ് ടൂള് ബഫറിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കിടക്കുന്ന ഫയൽ എന്ന് പറയുന്നത് സ്കൂൾ കോട്ടയമാണ്. സ്കൂൾ കോട്ടയം. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള സ്കൂളിന് മാത്രം ബഫർ മതി. ഇത് ഞാൻ കൊടുക്കുന്നു. നമ്മളോട് ചെയ്യാൻ പോകുന്നത് 1200 മീറ്ററാണ്. 1200 മീറ്ററിൻ്റെ ബഫർ വരയ്ക്കുകയാണ്. ഇത് നമുക്ക് സേവ് ചെയ്യണം. ഈ ഫയൽ സേവ് ചെയ്യേണ്ടത് സേവ് ടു ഫയൽ നമ്മുടെ റിസ്ക് ഇൻഫോംഡ് സ്കൂളിൻ്റെ SFCയിലേക്കാണ് സേവ് ചെയ്യാണ്. ബഫർ BUFFER_1200 ഓക്കെ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. അതിനുശേഷം പ്രോഗ്രാം റൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ബഫർ കിട്ടിയിട്ടുണ്ട്. 1200 മീറ്റർ ബഫർ വന്നിട്ടുണ്ട്. ഈ ബഫർ വെച്ചിട്ടാണ് നമ്മൾ ഇനി വാർഡുകൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള KL വാർഡ് എന്ന് പറയുന്നത് ജിയോമെട്രി വൈസ് കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിന് സഹായത്തോടെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിത് മാനുവലായിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ഞാൻ ഈ ബഫറിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് കുറയ്ക്കുകയാണ്. കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് താഴെയുള്ള വാർഡുകൾ വളരെ ഈസിയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വാർഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ വാർഡുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ കേരളത്തിൻ്റെ വാർഡിൽ ക്ലിക്ക് ചെയ്യുന്നു. വാർഡിൻ്റെ പാനലിൽ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കുന്നു. അതിനുശേഷം സെലക്ട് ടൂൾ എടുക്കുന്നു. എന്നിട്ട് കീബോർഡിലെ കൺട്രോളിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബഫറിൽ ടച്ച് ചെയ്തിട്ടുള്ള ബഫറിനെ ഓവർലാപ്പ് ചെയ്യുന്ന ഓരോ വാർഡിലും ക്ലിക്ക് ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. കൺട്രോളിൽ പ്രസ് ചെയ്ത് പിടിക്കുന്നു. ഓരോ വാർഡിലും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബഫറിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എല്ലാ വാർഡുകളും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സൂം ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ആവശ്യമുള്ള എല്ലാ വാർഡുകളും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്ത് വെച്ച വാർഡുകളെ എനിക്കിനി പുതിയൊരു വെക്ടർ ഫയലായിട്ട് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എഡിറ്റ് മെനു ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സെലക്ട് ചെയ്ത ഫീച്ചേഴ്സ് കോപ്പി ചെയ്യുന്നു. വീണ്ടും എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് പേസ്റ്റ് ചെയ്യണം.
വെസ്റ്റ് ന്യൂ വെക്ടർ ലെയർ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വന്നിട്ടുണ്ട്. ഫയൽ നെയിം ചോദിച്ചിട്ടുണ്ട്. ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്ത് നമുക്ക് SFC തന്നെയാണ് വേണ്ടത്. കറക്റ്റ് ഫോൾഡറാണ്. നമ്മുടെ സ്കൂൾ ഫങ്ഷണൽ കാച്ച്മെൻറ്റ് _ഏരിയ പേര് കൊടുത്തു. അതിനുശേഷം സേവ് ചെയ്യുക. അതിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെലക്ട് CRC ക്ലിക്ക് ചെയ്യുന്നു. WGS84 നിന്ന് WGS84 എന്ന് പറയുന്നത് വേൾഡിലെ ഏത് മാപ്പും ചെയ്യാവുന്ന ഒരു ഡാറ്റമാണ്. അതിൽ നിന്നും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് UTM സോൺ 43 N ആക്കുന്നു. അപ്പോൾ കേരളത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊജക്ഷനിലേക്ക് മാറുകയാണ്. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം അത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് പുതിയ SFC ഏരിയ ലെഫ്റ്റ് സൈഡിലെ പാനലിൽ കാണാൻ സാധിക്കും. ഞാൻ ഇതിൽ നിന്ന് നമ്മുടെ സ്കൂളിൻ്റെ മൊത്തമായിട്ടുള്ള വാർഡുകൾ കേരള വാർഡ് ഞാൻ ഓഫ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ ബഫർ SFC പോയിൻ്റ് ബഫർ ഈ ഗൂഗിൾ ഷീറ്റ് ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വാർഡുകൾ എന്ന് പറയുന്നത് ഈ കേരള SFC ഏരിയ മാത്രമാണ്. ബാക്കിയുള്ള ബഫർ ഞാൻ ഹൈഡ് ചെയ്യാണ്. ഈ ഒരു ഫങ്ഷണൽ കാച്ച്മെൻറ്റ് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഒരു സ്കൂളിൻ്റെ ഫങ്ഷണൽ കാച്ച്മെൻറ്റ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്, വരയ്ക്കേണ്ടത്, ഡിലിനേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഈ പറയുന്ന ഫങ്ഷണൽ പോയിന്റ്സ് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ പ്രവർത്തനത്തിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പരിധിയിൽ കൂടുതൽ ബഫർ എടുത്ത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ധാരാളം കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ധാരാളം ലോങ് ആയിട്ടുള്ള ഫീൽഡ് വർക്കുകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഏറ്റവും മാക്സിമം ഒരു 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 1500 മീറ്ററിൽ കൂടുതലുള്ള ബഫറുകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആവശ്യമാണെങ്കിൽ അതും കൂടി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നീട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് അത് ഫീൽഡ് വർക്ക് വളരെയധികം വേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.